എന്താണ് ഉത്തരം പറയാത്തത്? അടിയനാവുന്നത്ര കൊണ്ടുവന്നിട്ടുണ്ട്. ആവുന്നത്ര? ഇതാണോ താങ്കളുടെ പരമാവധി? വിലപിടിപ്പുള്ള ഒരു രത്നം പോലും ഇല്ലെന്നല്ലേ ഖജനാവുകാരിക്കാരൻ പറഞ്ഞത്? കുറെ പൊന്നും പണവും സാമന്ത രാജാവെന്ന പദവിയും വെച്ച് ഇനി ഇങ്ങനെ സുഖിച്ചു വാഴാമെന്ന് വിചാരിക്കണ്ട. ഒക്കെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെക്കാൻ നമ്മുടെ ഒരു കൽപ്പന മാത്രം മതി. പിന്നെ മാന്യ സാമന്തന് വാസം കാരാഗ്രഹത്തിൽ. അത് മതിയല്ലേ? അടിയൻ കുറച്ചുകൂടി എന്തെങ്കിലും. അപ്പൊ വിചാരിച്ചാൽ നടക്കും. കാളിന്തിയുടെ ദക്ഷിണ തീരത്തെ അങ്ങയുടെ നാടിന്റെ ഫലഭൂയിഷ്ടി നമുക്കറിയാം. അതിനൊത്തവണ്ണം രാജഭോഗം നൽകാൻ സന്നദ്ധനല്ലെങ്കിൽ സാമന്ത പദവി പിൻവലിക്കാൻ അമാന്തമേറെ ഉണ്ടാവില്ല. അടിയൻ പൊയ്ക്കോളൂ. കംസമഹാരാജാവ് നീനാൾ വാഴട്ടെ. അതിന് താങ്കളുടെ സ്തുതി ആവശ്യമില്ല, മനസ്സിലായോ? കപ്പം നൽകാനുള്ളത് മുടക്കി മടിശീല കനപ്പിക്കാൻ നടക്കുന്നൊരു വിദ്വാൻ. പ്രദ്യോത, ആജ്ഞാപിച്ചാലും പ്രഭു. ഈ AP ശിരോമണിയുടെ കൂടെ ചെല്ലൂ. അദ്ദേഹത്തിന്റെ ഖജനാവ് തുറന്ന് നൽകാനുള്ളതിന്റെ 3 ഇരട്ടി കപ്പവും കൈക്കലാക്കി വേണം വരാൻ. നടക്ക്. കർശനമാക്കണമെല്ലാം. രാജഗുരു, ഒരു വൻ യുദ്ധത്തിന് കാലം ഗണിച്ചോളൂ. വിഭവങ്ങൾ ഒരുക്കാൻ കാലമേറെ വേണ്ട. കാലം ഇത് അനുചിതമാണ് ഇല്ലേ ആസ്ഥാന ജ്യോതിഷി? അതേ പ്രഭു. കംസമഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രഭു. വസുദേവരാജൻ മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നു. എത്തിയോ? വരാൻ പറയൂ. അടിയൻ. എന്താണ് ചെയ്യേണ്ടത്? കൊന്നെറിയണമോ അതോ? ഭോജമഹാരാജൻ വിജയീഭവ. സ്വാഗതം. ദേവകീ ദേവിയുടെ കടിഞ്ഞൂൽ കുഞ്ഞ് പറഞ്ഞ വാക്കു നാം പാലിക്കുന്നു. ഇതാ. കടിഞ്ഞൂൽ കുഞ്ഞ് പുത്രൻ അല്ലേ? അതെ. സോദരിയുടെ പ്രഥമ സന്താനം. നമ്മെ മാതുലിൽ നിന്ന് വിളിക്കാൻ ആദ്യം പിറന്നവൻ. രാജഗുരു, അരുളി ചെയ്താലും പ്രഭു. ദേവകിയുടെ അഷ്ടമ സന്തതി നമ്മെ നിഹനിക്കുമെന്നായിരുന്നല്ലോ അശരീരി. ഇവൻ പ്രഥമപുത്രൻ. വസുദേവർ നൽകിയ വാഗ്ദാന പ്രകാരം നമുക്കിവനെ എന്തും ചെയ്യാം. ജീവിക്കാൻ അനുവദിക്കാം, വധിക്കാം. ഗുരു, അങ്ങ് തന്നെ പറയൂ, എന്ത് ചെയ്യണം ഇവനെ? നാം അതനുസരിക്കാം.